ഹായ് മൈ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് ഹിൽ ടോപ്പിലാണ്. ഹിൽ ടോപ്പ് സ്റ്റേഷൻ, പിനാങ് റെയിൽവേ സ്റ്റേഷൻ. ഈ റോപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ട്രെയിൻ സർവീസാണിത്. ഈ ടോപ്പ് സ്റ്റേഷനിലെ സ്ഥലങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. താഴേക്ക് വളരെ കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. ഈ ഇറക്കം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ട്രെയിനിന്റെ ഏറ്റവും മുൻഭാഗത്ത് വന്നിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ട്രെയിൻ മൂവ് ചെയ്യുന്നതായിരിക്കും. നിറയെ യാത്രക്കാരുണ്ട്. ഏതാണ്ട് 100 ആളുകൾ ഇതിനകത്ത് നിലവിലുണ്ട്. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽവേ ഏതാണ്ട് 7 മിനിറ്റ് കൊണ്ട് താഴെ ചെല്ലുന്നതായിരിക്കും. 1923 ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ച ഒരു സംരംഭമാണിത്. ഇന്ന് ഇത് വളരെ മോഡേണായി നമ്മുടെ നാട്ടിൽ മെട്രോ എല്ലാം ഓടുന്ന പോലെ 4-5 ബോഗിയായിട്ട് ഇത് ക്രമീകരിച്ചിരിക്കുന്നു. ഈ സ്ഥലം പിനാങ് എന്ന് പറയുന്ന ഈ ഹിൽ ടോപ്പ് ധാരാളം ആളുകൾ നിത്യേന വന്നു പോകുന്നുണ്ട്. ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഏതാണ്ട് 7000 ആളുകൾ വീക്കിൽ, ഒരു ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ ഇവിടെ വന്നു പോകുന്നു. മറിച്ച് ശനി ഞായർ ഹോളിഡേയ്സിലെല്ലാം 10,000-ന് മുകളിൽ ആളുകൾ പോകുന്നുണ്ട്. ഇവിടെ വൈകുന്നേരം നേരം ഈ ഇതിൽ നിന്ന് താഴേക്ക് നോക്കി, ഈ ഹിൽ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിനാങ് നഗരത്തിന്റെ ആ ദൃശ്യഭംഗി കാണാം. താഴെ കടലും, ഒരു സൈഡിൽ മുകളിൽ മലയും, ഒപ്പം തന്നെ താഴ്ഭാഗത്ത് 2 പാലങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഒരു പാലം ഏതാണ്ട് 23 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അത് ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. ഈ ട്രെയിൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ റെയിൽപാത. ഈ റെയിൽപാത തികച്ചും വളരെ ദുർഘടം പിടിച്ച ഒരു വഴി തന്നെയാണ്. വളരെ കുത്തനെയുള്ള ഇറക്കമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആയതിന്റെ പേരിലായിരിക്കാം ധാരാളം ആളുകൾ ഈ രാത്രി സമയത്തും ഇത് യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ടണലാണ്. ടണൽ ഇടയ്ക്കിടയ്ക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെ കൃത്യമാണ്, മനോഹാരിതയാണ്. നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യാനുള്ള സൈറൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ മലേഷ്യ യാത്രയിൽ വന്ന് കണ്ട് ആസ്വദിച്ച ഏറ്റവും നല്ലൊരു സ്ഥലം ഇത് തന്നെയാണെന്ന് പറയാം. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കുമാർ സാറുണ്ട്, ഒപ്പം തന്നെ നാസറുണ്ട്, മണിവർണ്ണനുണ്ട്, മുഹമ്മദ് ഇക്കയുണ്ട്. എല്ലാവരും ഈ ട്രിപ്പ് വളരെ ആസ്വാദ്യകരമായി മനസ്സിലാക്കി. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. യാത്ര തുടരുകയാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തന്നെ എടുക്കുന്നതായിരിക്കും. എടുക്കുവാനുള്ള സൈറൻ തന്നു കഴിഞ്ഞു. ലൈറ്റ് ഇട്ട് കഴിഞ്ഞു. ഇതാ വണ്ടി മൂവ് ചെയ്യുന്നു. ഇത് ഷൂട്ട് ചെയ്യുവാനായി ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ച് ഞങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരൻ മണിയുടെ വളരെ ഒരു അധ്വാനമാണ് ഈ കാണുന്നത്. ഇത് ചിത്രീകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഏറ്റവും മുമ്പിൽ വന്ന് ഈ വ്യൂ പകർത്തുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. ഏതാണ്ട് മലയാളീസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ആളുകളെല്ലാം പുറകിൽ നിന്ന് എന്റെ ഈ ബ്ലോഗിൽ ശ്രദ്ധിക്കുന്നുണ്ട്. മലേഷ്യയെ സംബന്ധിച്ച് ഇതാ ഒരു ടണൽ പാസ് ചെയ്ത് കഴിഞ്ഞു. ഈ ടണലാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ടണൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗം വളരെ 2 സൈഡില് അവിടെ നോക്കിയാൽ കാണാം ഇലുമിനേഷൻ. പിനാങ് നഗരത്തിന്റെ ദൃശ്യഭംഗിയാണ് അങ്ങ് അകലെ കാണുന്നത്. നമ്മുടെ ട്രെയിൻ ഇതാ സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. താഴേക്ക് എത്താറായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ടണലിൽ കൂടി വരുന്നുണ്ട്. ഈ ടണൽ കഴിഞ്ഞാൽ ഈ പാത എന്ന് പറയും, ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ഒരു സമയമാണ്. ഏതാണ്ട് 23 ഡിഗ്രി സെൽഷ്യസ് ആണ് മുകളിലെ ടെമ്പറേച്ചർ. പഴയ കാലത്ത് ഓടിയിരുന്ന ഒരു വണ്ടിയുടെ ഭാഗമാണ് ഈ സൈഡിൽ കാണുന്നത്.
ട്രെയിൻ ഏതാണ്ട് താഴെ ചിറ്റൂർ സ്റ്റേഷന്റെ താഴെ ഭാഗത്ത് എത്താറായി. 1.5 കിലോമീറ്റർ ദൂരമുള്ളൂവെങ്കിലും ഇത് ഏതാണ്ട് ഒരു 7 മിനിറ്റ് കൊണ്ടാണ് താഴെ എത്തുന്നത്. പല രാജ്യങ്ങളിലും ഇതുപോലെ ഉണ്ട് എങ്കിലും ഇത്രയും ദൈർഘ്യമുള്ള ഒരു പാത ലോകത്തിലെ ആദ്യത്തേത് തന്നെയെന്ന് ഇവിടെ പലരും പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് വ്യക്തത എനിക്കില്ല, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഇതാ നമ്മൾ പിനാങ് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഈ പാത 2ആയിട്ട് തിരിയുന്നുണ്ട്. അവിടെ നിന്ന് അടുത്ത മുകളിലേക്ക് വരുന്ന ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് കാണാം. അത് പോയി കഴിഞ്ഞു. വീണ്ടും അതാ വന്നു, ഒരു ടണൽ വന്നു കഴിഞ്ഞു. നമ്മൾ താഴേക്ക് എത്താറായി. അത് കാണുമ്പോൾ നമുക്ക് ഉള്ളിലൽപ്പം ഭയമുണ്ട്. കാരണം കുത്തനെയുള്ള ഇറക്കമാണല്ലോ, ആർക്കും ഒരല്പം പേടിയൊക്കെ ഉണ്ടാകും. ട്രെയിൻ ശരിക്കും ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. കാരണം പാളത്തിലൂടെയുള്ള ഉരസൽ നമ്മൾക്കും അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും മനുഷ്യ നിർമ്മിതിയിൽ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച യജ്ഞം ഇപ്പോൾ മലേഷ്യൻ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇന്നും വൃത്തിയായിട്ട് പരിപാലിക്കുന്നതിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷന് വളരെ താങ്ക്സ്. വളരെ അപ്രിസിയേഷൻ കൊടുക്കാവുന്ന ഒരു യജ്ഞമാണ് പോകുന്നത്. താഴെ നമുക്ക് കാണാം പിനാങ് നഗരത്തിന്റെ ദൃശ്യഭംഗി. ദീപാലങ്കൃതമായ ഒരു ഏരിയയാണത്. സ്ട്രീറ്റ് ലൈറ്റുകളുമുണ്ട്. റെയിൽപാത ഏതാണ്ട് അവസാനിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. പിനാങ് നഗരത്തിലെ അമ്പരചുപ്പികളായ ബിൽഡിങ്ങുകൾ കാണാം. ഒരു സൈഡിൽ പിനാങ് ടവറുണ്ട്, ആ സൈഡിൽ എയർപോർട്ടാണ്. നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നതായിരിക്കും. ട്രെയിൻ പതുക്കെ സ്ലോ ആയി തുടങ്ങി. യെസ്, അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു. നമ്മുടെ ട്രെയിൻ നമ്മളിപ്പോൾ അറൈവിംഗ് പ്ലേസിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജോൺസൺ പി. പാലസ്.